ഏഷ്യ കപ്പിൽ UAEക്കെതിരായ മത്സരത്തിൽ സഞ്ജു സാംസൺ ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ഇടം പിടിച്ചപ്പോൾ അല്പമൊന്ന് ഞെട്ടി. കാരണം വേറൊന്നുമല്ല, വിക്കറ്റ് കീപ്പറായ സഞ്ജുവിനെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മധ്യനിര ബാറ്ററായി. സഞ്ജുവിനെ അവസരം ലഭിച്ചതായി പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും അത് സഞ്ജുവിനുള്ള ഒരു കെണിയാണെങ്കിലോ. ഓപ്പണറോ വൺ ഡൗൺ ബാറ്ററോ ആയി ഇറക്കേണ്ട താരമാണ് സഞ്ജു. മധ്യനിരയിലോ ഫിനിഷർ റോളിലോ സഞ്ജു ഇതുവരെ തിളങ്ങിയിട്ടില്ല. അങ്ങനെയിരിക്കെ സഞ്ജുവിനെ 5-ാം നമ്പർ നൽകിയുള്ള നീക്കത്തിന് പിന്നിൽ മറ്റൊരു പണി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തോന്നിയാൽ ആരാധകരെ കുറ്റം പറയാനും പറ്റില്ല. 5-ാം നമ്പറിൽ 20.62 ശരാശരിയിൽ 5 ഇന്നിങ്സുകളിൽ നിന്നായി സഞ്ജു സ്കോർ ചെയ്തിരിക്കുന്നത് വെറും 62 റൺസാണ്. എന്നാൽ ഓപ്പണറായി ഇറങ്ങി 3 സെഞ്ചുറികളടക്കം 522 റൺസ് അടിച്ചുകൂട്ടിയിട്ടുമുണ്ട്. അങ്ങനെ ഒരു താരത്തെ ബാറ്റിങ്ങിൽ ഏറ്റവും സ്ട്രോങ് പൊസിഷനിൽ നിന്ന് മാറ്റി നടത്തുന്ന പരീക്ഷണം അയാളുടെ ആത്മവിശ്വാസത്തെ തകർക്കാനേ ഉപകരിക്കൂ. മുൻ ഇന്ത്യൻ താരവും മുൻ സെലക്ടറുമായ കൃഷ്ണമാചാരി ശ്രീകാന്ത് ഈ വിഷയത്തിൽ നടത്തിയ നിരീക്ഷണം ഏറെ പ്രസക്തമാണ്. 5-ാമനായി ഇറങ്ങി 3 ഇന്നിങ്സുകളിൽ റൺസ് കണ്ടെത്താൻ പരാജയപ്പെട്ടാൽ അത് സഞ്ജുവിൻ്റെ ഭാവിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ശ്രീകാന്ത് പറയുന്നു. 5-ാം നമ്പറിൽ സഞ്ജു അധികം ബാറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം ആ പൊസിഷനിൽ ബാറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. 5-ാമനായി ബാറ്റ് ചെയ്യുന്നത് സഞ്ജുവിൻ്റെ ആത്മവിശ്വാസം തകർക്കും. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല. ഇത് അദ്ദേഹത്തിൻ്റെ അവസാന അവസരമായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് എനിക്ക് സഞ്ജുവിന് നൽകാനുള്ളത്. 5-ാം നമ്പറിൽ റൺസ് കണ്ടെത്താൻ അടുത്ത 3 ഇന്നിങ്സുകളിൽ സഞ്ജു പരാജയപ്പെട്ടാൽ ഉറപ്പായും ശ്രേയസ് അയ്യർ പകരക്കാരനായി ടീമിലെത്തും എന്നാണ് ശ്രീകാന്ത് പറഞ്ഞത്. ഏഷ്യ കപ്പിൽ സഞ്ജുവിനെ മധ്യനിരയിലല്ലാതെ മറ്റൊരു പൊസിഷനിലും ബാറ്റ് ചെയ്യാൻ സാധിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അതിനാൽ ഇനിയുള്ള ഓരോ മത്സരങ്ങളും സഞ്ജുവിന് നിർണായകം. ഏഷ്യ കപ്പിൽ 5-ാമനായി ഇറങ്ങി അതിശയിപ്പിക്കുന്ന പ്രകടനം നടത്താൻ സാധിക്കാതെ വന്നാൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന 2020 ലോകകപ്പിലേക്ക് സഞ്ജുവിനെ പരിഗണിക്കില്ല. ഫിനിഷർ റോളിൽ തിളങ്ങാൻ കഴിവുള്ള ജിതേഷ് ശർമ്മയെ പ്രധാന വിക്കറ്റ് കീപ്പറായി പരിഗണിക്കാൻ സെലക്ടർമാർക്കും പരിശീലകൻ ഗൗതം ഗംഭീറിനും താൽപ്പര്യമുണ്ടെങ്കിലും രാജ്യാന്തര ക്രിക്കറ്റിൽ പരിചയസമ്പത്തുള്ള സഞ്ജുവിനെ പുറത്തിരുത്തുന്നത് വിമർശനങ്ങൾക്ക് കാരണമാകുമോ എന്ന ഭയമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിലവിൽ സഞ്ജുവിനെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5-ാം നമ്പറിൽ വെടിക്കെട്ട് പ്രകടനം നടത്തുക മാത്രമാണ് സഞ്ജുവിൻ്റെ ഭാവിയിലേക്കുള്ള സാധ്യതകൾ ഇരട്ടിപ്പിക്കുക.